കേരളത്തിലൊന്നും അധികം പ്രചാരത്തിൽ എത്തിയിട്ടില്ലാത്ത ഒരു ക്രിസ്മസ് ഡെക്കറേറ്റീവ് ട്രഡീഷനാണ് ക്രിസ്മസ് നട്ട് ക്രാക്കേഴ്സ് അഥവാ പട്ടാളക്കാരുടെ രൂപത്തിലുള്ള പാവ. എന്നാൽ ഈ നട്ട് ക്രാക്കേഴ്സിനും ഒരു കഥ പറയാനുണ്ട്. നട്ട് ക്രാക്കേഴ്സിന്റെ ഉത്ഭവസ്ഥലം അങ്ങ് ജർമ്മനിയാണ്. ഏകദേശം 1600-ലൊക്കെയാണ് നട്ട് ക്രാക്കേഴ്സ് രൂപം കൊള്ളുന്നത്. E.T.A. ഹോഫ്മാൻ എന്ന ആളാണ് ഈ നട്ട് ക്രാക്കേഴ്സിന് പിന്നിലുള്ള കഥ എഴുതുന്നത്. ഈ നട്ട് ക്രാക്കറിന്റെ കഥ ആരംഭിക്കുന്നത് തന്നെ നട്ട് ക്രാക്കറുമായി പ്രണയത്തിലാവുന്ന ക്ലാര എന്ന പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ക്രിസ്മസിന്റെ തലേന്ന് രാത്രി ക്ലാരയുടെ വീട്ടിലേക്ക് ഒരു വലിയ പെട്ടിയെത്തി. ഒരു വിചിത്ര രൂപമുള്ള തടി കൊണ്ടുണ്ടാക്കിയ സൈനിക പാവയായിരുന്നു അതിനുള്ളിൽ. ആദ്യം ക്ലാര ചെറിയ പാവയെ കണ്ട് ഭയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ക്ലാരയുടെ അങ്കിൾ ആ പാവ ധാന്യങ്ങൾ പൊട്ടിക്കുന്നതിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് ക്ലാരയെ ആശ്വസിപ്പിച്ചു. ആ സമയം ക്ലാരയുടെ സഹോദരനായ ഫെഡറിക്കിന് അസൂയ തോന്നുകയും ക്ലാരയുമായി ആ പാവയുടെ പേര് ചൊല്ലി വഴക്കു കൂടുകയും ചെയ്തു. ആ വഴക്കിനൊടുവിൽ പാവ താഴെ വീണ് തകർന്നു. എന്നാൽ ഉടൻ തന്നെ അങ്കിൾ ആ പാവയെ നന്നാക്കാൻ ശ്രമിച്ചു. അങ്കിൾ നന്നാക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ക്ലാര കണ്ണുനീർ തുടച്ചു. എന്നാൽ അന്ന് ഉറങ്ങാൻ കിടന്ന ക്ലാര ഞെട്ടി എഴുന്നേൽക്കുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. ആ സമയം കൊണ്ട് അവളെ എലികളുടെ ഒരു വലിയ സൈന്യം വളഞ്ഞു. എലികളുടെ ദുഷ്ടനായ രാജാവും അവർക്കൊപ്പമുണ്ടായിരുന്നു. തന്റെ മുറി ഒരു കോട്ടയുടെ ഭാഗമായി മാറിയത് കണ്ടവൾ ഞെട്ടി. അപ്പോഴേക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന നട്ട് ക്രാക്കർ ജീവനുള്ള മനുഷ്യരൂപമായി മാറി അവളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ക്ലാര നട്ട് ക്രാക്കർ അവരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടത് കണ്ട് അയാളെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും ആ സമയത്തിനുള്ളിൽ യുദ്ധം ചെയ്ത നട്ട് ക്രാക്കർ തളർന്നു വീഴുകയായിരുന്നു. അപ്പോൾ ക്ലാര തന്റെ അങ്കിളായ ഡ്രോസൽ മേയറിന്റെ സഹായം തേടി. അങ്കിളിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ആ നട്ട് ക്രാക്കറിനെ അതീവ സുന്ദരനായ ഒരു രാജകുമാരനാക്കി മാറ്റി. അങ്ങനെ ആ യുദ്ധത്തിൽ രാജകുമാരൻ ജയിക്കുകയും രാജകുമാരൻ ക്ലാരയുമായി തന്റെ രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. ആ രാജ്യത്ത് ചെന്ന അവർ ഒരുമിച്ച് അവിടെയുള്ള ഡാൻസും പാട്ടും എല്ലാം ആസ്വദിച്ചു. പക്ഷേ പതുക്കെ പതുക്കെ ആ രാജ്യത്തിന്റെ കാഴ്ചകൾ അവളുടെ കണ്ണിൽ നിന്നും മങ്ങുന്നത് പോലെ ക്ലാരയ്ക്ക് തോന്നി. ക്ലാര പതുക്കെ തന്റെ കണ്ണുകൾ കൈകൾ കൊണ്ട് തിരുമി. പിന്നീട് അവൾ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അവളുടെ വീട്ടിലെ അവളുടെ മുറിയാണ്. അവളുടെ കയ്യിൽ അപ്പോഴും ആ നട്ട് ക്രാക്കർ പാവയുണ്ടായിരുന്നു. കണ്ടതെല്ലാം സത്യമാണോ അതോ വെറും തോന്നലാണോ എന്നറിയാതെ അവൾ കുറച്ചു നേരം ആ പാവയെ തന്നെ നോക്കിയിരുന്നു.